എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി നോക്കാം. പഴം വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അധികം ചേരുവകളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, മിക്സിയിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐസ്ക്രീമാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റ പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ 2 റോബസ്റ്റ പഴം 2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതിപ്പം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഫ്രീസറിൽ, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. റോബസ്റ്റ പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. മറ്റു പഴങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഴത്തിന് അത്യാവശ്യം നല്ല മധുരമാണ്, അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, നിർബന്ധമില്ല. ഇനിയൊരു ബൗളിലേക്ക് നമ്മൾ 300 ml ഹെവി ക്രീമാണ്, അതായത് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 40% ഫാറ്റുള്ള ക്രീമാണ്. ഇത് നിങ്ങൾക്ക് മിക്സി വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബീറ്റർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മിക്സിയിൽ നിങ്ങൾക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ സ്പീഡിൽ ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലാണെങ്കിൽ നിർത്തിയിട്ട് നിങ്ങൾ നോക്കുക, ഒരുപാട് ബീറ്റായി പോകരുത്. അപ്പോൾ ഇതുപോലെ സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ വെറും 2 ചേരുവകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതായത് വിപ്പിംഗ് ക്രീമും പഴവും മാത്രമാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര, വാനില എസൻസ് ഒക്കെ എല്ലാവരുടെ വീട്ടിൽ ഉള്ള ചേരുവകളാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പേസ്റ്റ് പോലെയാണ് പഴം നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കടിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ഇളക്കരുത്, ഇതിൻ്റെ ഫ്ലഫ്നെസ് അങ്ങ് പോവും. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്കാണ് ഞാനിത് മാറ്റുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 8 മണിക്കൂർ ഇത് ഫ്രീസറിൽ മാറ്റി വെക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് കഴിച്ചു നോക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പഴം നല്ല തണുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ്. അപ്പോൾ ഐസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അടച്ചിട്ട് ഫ്രീസറിൽ വെക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ ചോക്ലേറ്റ് ബനാന ഐസ്ക്രീമായി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു ഐസ്ക്രീം ബൗളിലേക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഐസ്ക്രീമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ചോക്ലേറ്റ് സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു ഐസ്ക്രീമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.